വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പയ്യന്നൂർ കോട്ടിലാണ് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു വായിദ വക്കീലിൻ്റെ ഓഫീസിലോട്ടൊന്ന് പോവാമെന്ന്. ഞാൻ ഇതുവരെ പോയില്ല. അപ്പം വായിദ വക്കീലിൻ്റെ ഓഫീസ് വരുന്നത് പയ്യന്നൂർ പുതിയ കോർട്ട് കോംപ്ലക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ടാണ് പോയത്, ഞാൻ വിളിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അന്ന് ടൂറ് പോയതിന് ശേഷം പിന്നെ ഞാൻ നേരിട്ട് കണ്ടില്ല. അപ്പോൾ എനിക്ക് കാണണം തോന്നി, ഓഫീസും കാണണം വായിദ വക്കീലിനെയും കാണണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പോയി. അപ്പം കണ്ടോ, വായിദ വക്കീൽ സർപ്രൈസായി. അപ്പം ഞാൻ വിളിച്ച് പറയാണ്ടല്ലേ പോയേ. അപ്പം നമ്മൾ കുറേ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യന്നൂർ കോർട്ടിൻ്റെ അടുത്തുള്ള ഗാന്ധി മ്യൂസിയത്തിലോട്ടൊന്ന് പോയി. വെറുതെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മ്യൂസിയം എൻജോയ്മെൻ്റ് അല്ല, എന്നാലും പുറത്തൊക്കെ ഒന്ന് പോകാൻ നല്ല രസമല്ലേ. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീ വരുന്നത് 20 റുപ്പീസാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ഹിസ്റ്ററിയും ഗാന്ധിജീനെ കുറിച്ചിട്ടും എല്ലാം അറിയാൻ പറ്റും. അപ്പം സ്കൂൾ കുട്ടികളാണ് അധികം വരാറ്. ആർക്കെങ്കിലും വരണമെങ്കിൽ ഓൾവേസ് വെൽക്കം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി. അപ്പം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോളൂ. ഹിസ്റ്ററി ഒരാൾ നമ്മളെ കൂട്ടത്തിൽ നടന്ന് പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ അവിടെ വിഷ്വലായിട്ട് ഹിസ്റ്ററി ഡിസ്പ്ലേ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് ഗാന്ധിജീൻ്റെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അന്ന് റാണിപുരം പോയ വീഡിയോയിലൊന്നും കമൻ്റ് ഇട്ടില്ല. നിങ്ങൾക്ക് കമൻ്റ് ഇടാം. നമ്മൾ നെക്സ്റ്റ് എവിടെ പോകണമെന്ന് മെൻഷൻ ചെയ്യാം. ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കമൻ്റ് ഇട്ടാലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നതായിരിക്കും, പക്ഷെ അത് എവിടെ പോകണമെന്ന് കൺഫ്യൂഷനായി ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കമൻ്റ് ഇട്ടൂടെ, നമ്മൾ അവിടെ പോകാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കോടതി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ പോയത് കേട്ടോ. രാവിലെ അല്ല, ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണി 2:30 ആകുമ്പോഴാണ് നമ്മൾ ഇവിടത്തേക്ക് വന്നത്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പം എനിക്കത് ഇതിൽ ആഡാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡാക്കാതിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒറിജിനലായിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ജയിൽ തന്നെയായിരുന്നു പണ്ട് കാലത്ത്.
പിന്നീട് അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും പിന്നെ മ്യൂസിയം ആക്കുകയും ചെയ്തു. അപ്പം ഇപ്പോഴും ആ ജയിൽ സ്ട്രോങ് ആയി തന്നെയുണ്ട്. അതിനൊരു കേടുപാടുകളും വന്നിട്ടില്ല. ജയിലിൻ്റെ ഗ്രിൽസ് ആവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ റൂഫ് ആവട്ടെ എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല. ഭയങ്കര സ്ട്രോങ് ആയി തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പം ഹിസ്റ്ററി ഇൻസ്പയർഡ് ആവുന്നു. അപ്പം പിന്നെ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ്, പഴയ ബിൽഡിംഗ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിയായി വരാം, ഫ്രണ്ട്സായി വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരാം. അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര സമാധാനം കിട്ടും. ഒറ്റയ്ക്ക് വന്ന് കുറച്ച് ടൈം ഹിസ്റ്ററിയൊക്കെ വായിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഓരോരോ സമരം നടന്ന സ്ഥലത്തിൻ്റെയും ഹിസ്റ്ററി ഓരോരോ റൂംസിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇതായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഓരോരോ റൂംസിൽ ഓരോരോ ഹിസ്റ്ററി ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. വിത്ത് അവിടെ ഡ്രോയിങ്സും ഉണ്ട്. അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിലോട്ടേക്ക് രണ്ടരക്ക് കയറി. അപ്പം നമ്മളൊരു 5 മണി വരെ അതിൻ്റെ ഉള്ളിൽ കറങ്ങി തിരിഞ്ഞ് നടന്നു. കാരണം അത്രക്കും കാണാനും ഉണ്ട്, വായിക്കാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. പിന്നെ ഭയങ്കര തണുപ്പും ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആവും മൈൻഡ്, ടെൻഷനൊക്കെ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം, ഓൾവേസ് വെൽക്കം. അപ്പോൾ ശരിക്കും ഇത് പയ്യന്നൂരിൻ്റെ ഒരു എന്താ പറയുക, പയ്യന്നൂരിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ മ്യൂസിയം. അപ്പം പയ്യന്നൂർ വരുന്ന ആരെങ്കിലും മ്യൂസിയത്തിലേക്ക് വരുക അല്ലേ. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതാണ് ഒറിജിനൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയില്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ ആ ഗ്രിൽസൊക്കെ. ബ്രിട്ടീഷുകാരെ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആണ്, അവരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഒട്ടും ഉപയോഗിച്ച ജയിലറകളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പയ്യന്നൂരും ഗാന്ധിജിയും തമ്മിലെ കണക്ഷൻ. ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്നത് പയ്യന്നൂരല്ലേ. അപ്പം ഗാന്ധിജിയും ഹിസ്റ്ററിയും കുറിച്ചിട്ട് പറയാൻ പയ്യന്നൂരിന് കുറച്ച് അധികമാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ വായിക്കാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറേ സമയം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മണിയാവുമ്പം ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോയി. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പം അതിന് വെയിറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബായ്.